ഫുർസത് ഗഞ്ചിൽ ഇനി ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. ഇനി വീർ രക്ഷപ്പെടുകയില്ല. ബോസ്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? സ്പേസ് കോസ്മിക് പവേഴ്സ്. ഒരു പ്രാവശ്യം ആ ബുക്ക് എന്റെ കയ്യിൽ കിട്ടിയാൽ മതി. പിന്നെ നീ എന്റെ കളി കണ്ട് രസിക്കുന്നതാണ്. ബോസ്, ആ ബുക്ക് അടിച്ചു മാറ്റാനല്ലേ നിങ്ങൾ ടിംബക്ടുവിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? ആ പൊട്ടൻ എന്താ ചെയ്യാൻ അറിയില്ല. ഷെടാ, ഇവിടെ ഒരുപാട് ബുക്കുണ്ടല്ലോ. ഇതില് ബോസ് എടുക്കാൻ പറഞ്ഞ ബുക്ക് എവിടെയാണെന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. വേഗം ആ ബുക്ക് എടുത്തോണ്ട് വരൂ. ബോസ്, ഞാനിതാ ലൈബ്രറിയിൽ എത്തിക്കഴിഞ്ഞു. ബുക്കുകളുടെ ഇടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ ബുക്ക് എവിടെയാണുള്ളത്? അതിൽ സ്പേസ് കോസ്മിക് പവർ എന്ന ടൈറ്റിൽ ഉണ്ടാകുന്നതാണ്. സ്പേസ് കോസ്മിക് പവർ കിട്ടിപ്പോയി ബോസ്. ആ ബുക്ക് കിട്ടി. ഞാൻ ഇപ്പൊ തന്നെ ഇത് അങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. ചുൽബുൾ, നീയും വാ. ഈ കളി നല്ല രസമാ. നിങ്ങളിത് എങ്ങോട്ടേക്ക് പോകുന്നേ? ഞാനും ഇതാ വരുന്നു. ഇത് വേറെ രീതിയിൽ കളിച്ചു നോക്കിയാലോ? എടാ ചുൾബുൾ, നീയായിരുന്നോ? ഓരോ പ്രാവശ്യവും നീ എന്തെങ്കിലുമൊക്കെ കുലുമാൽ ഒപ്പിക്കും. എന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല. അതിങ്ങനെ അത് കണ്ടോ? ടിംബക്ടു, അവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം തന്നെയാ. വിടാനാ പറഞ്ഞത്. വിട് വിട് വിട്. എന്റെ ബുക്ക്. അല്ല, ഞാനെങ്ങനെ ഇവിടെ എത്തിയത്? ഇല്ല ചിട്ടു, നീ ഇപ്പോൾ ഒന്നും മറക്കരുത്. ചിട്ടു, കിട്ടിപ്പോയി. എടാ, അത് വിടാനാ പറഞ്ഞത്. എടാ മരമണ്ട, നീ എവിടെയാണ് പോയി കിടക്കുന്നതാ? ബോസ്, വീറും അവന്റെ ഫ്രണ്ട്സും കൂടെ ചേർന്ന് എന്നെ ബ്ലോക്ക് ചെയ്തു. നിങ്ങൾ പറഞ്ഞ ബുക്ക് അവര് കീറിക്കളഞ്ഞു. എന്തായാലും ശരി. ഇത് കണ്ടോ? എന്റെ ചൂണ്ടയിൽ ഒരു വലിയ മീൻ കുടുങ്ങി കിടക്കാണ്. ആണോ ചുൽബുൾ? ഇയാള് കൊള്ളാലോ. നല്ലോണം വലിച്ചു പിടിക്ക്. എടാ ടിംബക്ടു, നീ എന്തിനാടാ വന്നത്? നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീണ്ടും അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കാ. അല്ല അല്ല, ഞാനത് ഈ വെള്ളത്തിൽ ഗോൾഡൻ ഫിഷിനെ തെരഞ്ഞു നടക്കായിരുന്നു. ആണോ? എന്നെ പിടിച്ചോ. വീണ്ടും ചെന്ന് തരയുക. ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ ചുൾബുൾ. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഈ തേനീച്ചകൾ എന്നെ കടിച്ചു കൊല്ലു. ആരെങ്കിലും രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ദേ വരുന്നു. ബോസ്, ആരാടാ നീ? ഇത് ഞാനാ, ടിംബക്ടു തന്നെയാണ് ബോസ്. നീ എന്തിനാടാ ഈ കോലത്തിൽ ഇവിടേക്ക് വന്നത്? ബോസ്, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ആ വീറാണ്. എന്നെ കടിക്കാൻ വേണ്ടി അവൻ തേനീച്ചകളെ അയച്ചതാ. അവൻ ഇത്രയ്ക്ക് ധിക്കാരമോ? അവനാണോ നിന്റെ ശരീരത്തിൽ ഇത്രയും മുഴ വരുത്തിയത്? അവനെ ഞാൻ വെറുതെ വിടില്ല.
ബോസ്, ദേ അത് കണ്ടോ, ഒരു തേനീച്ച. താങ്ക്സ് ബോസ്, താങ്ക്സ്. ഇതിനെയാണ് നമുക്ക് ആവശ്യം. ഇതിനെയാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. ഞാൻ അനിമൽ, ബേർഡ്സ്, ബഗ്സുകളെ കുറിച്ചൊക്കെയാണ് പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഏത് തേനീച്ചയെ വെച്ചാണോ വീർ നിന്നെ ഓടിപ്പിച്ചത്, അതേ തേനീച്ച ആ വീറിനെയും ഫുർസത് ഗഞ്ചിനെയും നശിപ്പിക്കുന്നതാണ്. കണ്ടോളൂ. പെഡ്രോ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ലോകത്തിലെ 2 നല്ല സയന്റിസ്റ്റിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിത് എവിടെയാ വന്നിരിക്കുന്നത്? അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം നിന്റെ ചതിക്കളിയാണല്ലേ? അതിന് ഇതൊന്നും എന്റെ സ്ഥലമല്ല. നിങ്ങളാണ് എന്നെ ചതിക്കാൻ നോക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളെല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നത് വേറെ ആരോ ആണെന്ന് തോന്നുന്നു. അതാരായിരിക്കും? നിങ്ങൾ ആരും പേടിക്കണ്ട, ആരാ നീ? അതെത്രയും പെട്ടെന്ന് മനസ്സിലാകും. കിങ് പാഡ്രോ, നിങ്ങളുടെ ഗസ്റ്റുകൾ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പെട്രോ, ലൈക്ക് ഇറ്റ് വെരി മച്ച്. വളരെ നല്ല കാര്യം ലീസ. പെഡ്രോ, ഇദ്ദേഹമാണ് പ്രൊഫസർ പ്രേം സഹായി. പിന്നെ ഇയാൾ മാഡ് മാക്സ്. രണ്ടുപേരും വലിയ സയന്റിസ്റ്റുകളാണ്. നിങ്ങളുടെ ലക്ഷ്യം നിറവേറാൻ ഇവർ മതി. വെൽക്കം ടു മൈ വിന്നിംഗ് വേൾഡ് മിസ്റ്റർ പ്രേം സഹായ്, മിസ്റ്റർ മാഡ് മാക്സ്. അവരുടെ കൂടെ വന്നിരിക്കുന്ന ഈ രണ്ടുപേർ ആരാണ് ലീസ? പാഡ്രോ, ഇതാണ് വീർ, ഇത് ടിംബക്ടു. നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. വീർ ദ റോബോ ബോയ്. ഞാൻ പെഡ്രോയാണ്. പെഡ്രോ, കിങ് ഓഫ് ദിസ് വിന്നിംഗ് വേൾഡ്. നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ടോട്ടൽ യൂണിവേഴ്സിനെയും നശിപ്പിക്കും. എന്നിട്ടൊരു പുതിയ യൂണിവേഴ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു പുതിയ യൂണിവേഴ്സൽ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നു അല്ലേ? കൊള്ളാം. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് പെട്രോ. എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഞാനും ബോസിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പെട്രോ, ലൈക്ക് ഇറ്റ്. ലിസ, മാഡ് മാക്സിനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെയും നമ്മുടെ ഗസ്റ്റ് റൂമിലേക്ക് വിളിച്ചോണ്ട് പോകും. യെസ് പെഡ്രോ, നിങ്ങൾ എന്റെ പുറകെ വരൂ. നിങ്ങളും എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യണം മിസ്റ്റർ പ്രേം സഹായ്. പക്ഷേ പെട്രോ, ഞാൻ നിന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പെട്രോ, ഡോണ്ട് ലൈക്ക് ഇറ്റ്. നല്ലോണം ആലോചിച്ചിട്ട് പറ. നമുക്ക് വീണ്ടും കാണാം. അപ്പൂപ്പ, ഇനി നമ്മൾ എങ്ങനെയാ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്? ഇനി എന്താ ചെയ്യാ? നിന്റെ എക്സ്റേ വിഷൻ കൊണ്ട് നോക്കുമോനെ. എക്സ്റേ വിഷൻ ഓൺ. അപ്പൂപ്പ, അതിനുള്ള വഴി കിട്ടിക്കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെല്ലാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. നിങ്ങൾ ഇവിടെ റിലാക്സ് ആയിരിക്കൂ. ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഉണ്ട്. നമുക്ക് പിന്നെ കാണാം. എന്താടാ ഇത് കണ്ടോ ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? എന്താടാ ചാക്കിനുള്ളില്? വല്ല നിധിയും കണ്ടുപിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? നിധി അല്ല ബോസ്, ഇതിനകത്ത് ഒരുപാട് കലണ്ടേഴ്സ് ഉണ്ട്. ഇതാ നോക്ക്. ഈ ക്ലോസിന്റെ അടയാളം ഇതിലെങ്ങനെയാണ് വന്നതാ? ബോസ്, ആ ദിവസത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആ ദിവസങ്ങളിലാണ് നിങ്ങൾ വീറിനെ കൊല്ലാൻ നോക്കിയിട്ട് അവസാനം തോറ്റുപോയത്. എന്നുവെച്ചാൽ ഇത്ര വർഷങ്ങളായിട്ട് ബോസ് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറയാനോടാ നീ? എന്താടാ ഈ ചെയ്തത്? എന്റെ പുതിയ എക്സ്പെരിമെന്റിന്റെ എല്ലാ കെമിക്കൽസും നീ താഴെയിട്ട് പൊട്ടിച്ചില്ലടാ. എന്താ ഞാൻ എല്ലായ്പ്പോഴും ഇങ്ങനെ തെറ്റുകൾ മാത്രം ചെയ്യുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ഓ,
ഒരു ബ്ലോബ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതെത്രയും പെട്ടെന്ന് എന്റെ കൺട്രോളിൽ കൊണ്ടുവരട്ടെ. ടിംബക്ടു, എന്റെ ആ മിസൈൽ ഷൂട്ടിംഗ് ഗൺ വേഗം എടുത്തുകൊണ്ട് വരൂ. വേഗം. ബോസ്, ഇനി ബ്ലോബ്സ് വെച്ച് വീറിനെ അറ്റാക്ക് ചെയ്ത് നമുക്ക് അവന്റെ കഥയൊക്കെ കഴിക്കാം അല്ലേ? എന്താ അത് ശരിയല്ലേ ബോസ്? യെസ്. ഈ പ്രാവശ്യം നമ്മൾ തീർച്ചയായും ജയിച്ചിരിക്കുമെടാ. ഇത് പിടിക്ക. കൊള്ളാം. ഇത് വെച്ച് വീറിനെ അറ്റാക്ക് ചെയ്ത് അവനെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്ക്. ചെല്ലോ. ശരി ബോസ്. വീർ, ഈ തവണ നീ ഈ ബ്ലോവിന്റെ അറ്റാക്കിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്റെ കളി ഇതോടെ അവസാനിക്കുകയാണ്. ചേട്ടാ, എന്റെ ഉന്നം തെറ്റിപ്പോയല്ലോ. എന്റെ ടാർഗറ്റ് മിസ്സായി പോയി. സംഗതി പ്രശ്നമായല്ലോ. ബോസ് ബോസ്, എന്റെ ഉന്നം പിഴച്ചു പോയതാ. ഓ, ഞാനത് കണ്ടിരുന്നു. പ്രശ്നമൊന്നുമില്ലടാ. എമിലിയെ ഇനി ഞാൻ കൺട്രോൾ ചെയ്തോളാം. നീ നമ്മുടെ അടുത്ത പ്ലാൻ അനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് എടുത്തോ. ഈ എമിലിക്ക് ഇത്ര പെട്ടെന്ന് എന്താ പറ്റിയത്? ഇതെന്താ പെട്ടെന്ന് ആകാശത്ത് കാർമേഘം ഒന്നും ഇല്ലാതെ ഇടിമിന്നല് വന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താ കാരണം? വാ, അപ്പൂപ്പന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാം. എനിക്ക് തോന്നുന്നത് ആരോ ഇടിമിന്നൽ വെച്ച് കളിക്കുകയാണെന്നാ. അല്ലെങ്കിൽ ഈ കാർമേഘമില്ലാത്ത വരണ്ട ആകാശത്തിൽ ഇടിമിന്നൽ ഒരിക്കലും ഉണ്ടാവില്ല. വെരി വെരി ഗ്ലാഡ്. ഇപ്പോൾ എനിക്ക് ആകാശത്തിലെ ഇടിമിന്നലിന്റെ പവർ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ആകാശത്തിലെ പവർ. ഞാൻ വലിയ ശക്തനാവാൻ പോവുകയാണ്. അതിഭയങ്കര ശക്തിശാലി. ഷീസ് റൈറ്റ് ബോസ്, ഷീസ് റൈറ്റ്. ടിംബക്ടു, തയ്യാറായിക്കോളൂ. വീറിനെ നശിപ്പിക്കേണ്ട സമയം ഇതാ ആഗതമായി. ഒന്ന് നിൽക്കൂ, ഇങ്ങോട്ട് തിരിച്ചു വരൂ. വണ്ടികൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ വാ, ഞാൻ നിങ്ങളെ സഹായിക്കാം. മോനെ, നീ എന്നെ സഹായിക്കാൻ നോക്കുവാണല്ലേ? എന്നാ പിന്നെ നീ എന്നെ എന്റെ വീട് വരെ കൊണ്ടുവിട്ടാൽ നന്നായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ എന്റെ വീട്. ശരി, ഓക്കെ, നിങ്ങൾ രണ്ടാളും പോയിക്കോ. ഞാൻ ഇപ്പൊ വന്നേക്കാം. നീ ഒരുപാട് ലേറ്റ് ആയി അല്ലേ മോനെ? എത്രയും പെട്ടെന്ന് നീ തിരിച്ചു പോക്കോട്ടോ. പക്ഷെ പോകുന്നതിന് മുമ്പ് ആ ഫ്രിഡ്ജ് തുറന്ന് എനിക്ക് ഇത്തിരി വെള്ളം എടുത്ത് തന്നിട്ട് പോണം കേട്ടോ. Roboboy suit on. കൊള്ളാം ടിംബക്ടു. ഇപ്പോഴാണ് നീ ഒരു നല്ല കാര്യം ചെയ്തത്. ഇന്ന് വീർ നമ്മുടെ കസ്റ്റഡിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇവൻ കിടന്ന് ഡാൻസ് കളിക്കുന്നത് കാണാം. എന്റെ താളത്തിനൊത്തു തുള്ളും.